യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 6-ാം വാക്യം. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ തന്റെ ശിഷ്യന്മാർക്ക് അനേക കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. അതിൽ ഒരു കാര്യമായിട്ടാണ് ഇവിടെ പറഞ്ഞത്, ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്വഭാവം നമുക്കറിയാം. എന്നാൽ ദൈവത്തിന്റെ നാമങ്ങൾ ഏതെല്ലാം രീതിയിലാണ് ദൈവത്തിന്റെ നാമം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്, അതൊന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. അത് മനസ്സിലാക്കുന്നതോറും ആ ദൈവം നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയിരിക്കുന്നുവെന്നും ആ ദൈവത്തിനെ കൂടുതലായിട്ട് വിശ്വസിപ്പാൻ ആശ്രയിപ്പാൻ അത് നമുക്ക് മുഖാന്തരമായി തീരും. ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ ആദ്യം നമ്മൾ ചോദിക്കുന്ന ആ വ്യക്തിയുടെ പേരാണ്. ആ പേരിൽ തന്നെ ആ വ്യക്തിത്വത്തിന്റെ സ്വഭാവം കാണപ്പെടണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെല്ലാം ഓരോ പേരുകൾ ഇടുമ്പോൾ ആ ഒരു അർത്ഥത്തിൽ വെച്ചുകൊണ്ടാണ് ഓരോ മനുഷ്യർക്കും പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്നാൽ ഇന്ന് അതൊക്കെ മാറിപ്പോയി. ഇന്ന് പല പേരുകളാണ്, അർത്ഥമില്ലാത്ത പേരുകളാണ് കൂടുതലുള്ളത്. എന്റെ പേര് റിച്ചോയ് എന്നാണ്. റിച്ചോയ് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും സന്തോഷം എന്നാണ്. വീണ്ടും വീണ്ടും സന്തോഷിക്കുന്നവരായിരിക്കണം ഞാൻ. പക്ഷെ എന്നെ കണ്ടാൽ പലർക്കും അറിയാം ഞാൻ വലിയ സീരിയസ് വ്യക്തിയാണ്. എന്നാൽ ഹൃദയത്തിലുള്ള സന്തോഷം നമുക്കുണ്ടാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകണം. വീണ്ടും വീണ്ടും സന്തോഷിക്കുന്ന ഒരു അനുഭവം, ആ ഒരു അനുഭവം എനിക്കുണ്ടായിരിക്കണം. മാത്രമല്ല നമ്മുടെ പേരിൽ മാത്രമല്ല, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ ബിഹേവിയറിലൂടെയാണ് ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ബൈബിൾ വായിക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതും അതുപോലെയൊക്കെയാണ്. ദൈവം തന്റെ നാമം എങ്ങനെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു, ആ നാമത്തിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ആ ദൈവത്തിന്റെ നാമത്തിലൂടെ ഉള്ള അവന്റെ വ്യക്തിത്വമായിട്ടുള്ള ആ സവിശേഷതകൾ മാത്രമല്ല, നാമം എന്നുള്ള അർത്ഥമാക്കുന്നത് അതൊരു അധികാരത്തെ കുറിച്ചും ആണ് പറയുന്നത്. ഇന്ന നാമത്തിൽ, എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാൽ എന്ന് പറയുമ്പോൾ അത് ആ നാമത്തിന്റെ അധികാരം, ആ നാമത്തിന്റെ ഗുണവിശേഷങ്ങൾ, ആ നാമത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന സ്വഭാവങ്ങൾ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പഴയ നിയമത്തിൽ എങ്ങനെയാണ് ദൈവം താൻ തന്നെ തന്റെ നാമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത്, അത് ക്രിസ്തുവിൽ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും. നാം വിശ്വസിക്കുന്ന ദൈവം ആരാണെന്നുള്ള ഒരു യഥാർത്ഥ ബോധ്യവും വിശ്വാസവും നമുക്കുണ്ടാകുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റം വരും. ആ ദൈവത്തിന്റെ മാനദണ്ഡത്തിനും ആ ദൈവത്തിന്റെ നാമത്തിനും യോഗ്യമായ നിലയിൽ ഈ ഭൂമിയിൽ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കും. നമ്മുടെ വിശ്വാസം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എന്തെങ്കിലും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. നമ്മുടെ വിശ്വാസം നമ്മുടെ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മുടെ വിശ്വാസം മറ്റൊന്നിനുമല്ല, കർത്താവായ യേശുക്രിസ്തു എന്ന വ്യക്തിയിലാണ്. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. പലപ്പോഴും നമ്മുടെ വിശ്വാസം നമ്മുടെ സഭയിലാണ്, സഭാനാമത്തിൽ. ഇപ്പൊ കത്തോലിക്ക സഭയാണെങ്കിൽ ഞാൻ സഭയിൽ വിശ്വസിക്കുന്ന പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വിശ്വാസം നമ്മളിൽ വായിപ്പോയി. ബ്രദർ സഭയിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ ബെന്തിക്കോസ്ത് സഭയിൽ വിശ്വസിക്കുക, ബാപ്റ്റിസ്റ്റ് സഭയിൽ വിശ്വസിക്കുക, മൊത്തം അങ്ങനെയുള്ള സഭകൾക്ക് പ്രാധാന്യം നൽകി അതിൽ വിശ്വസിക്കുന്ന വിശ്വാസമുണ്ട്. അതൊക്കെ തകർന്നു പോകുന്ന വിശ്വാസമാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ പൂർണ്ണമായ രീതിയിൽ മനസ്സിലാക്കുകയും യേശു പറഞ്ഞു എന്നെ അനുഗമിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ, എന്നോട് പഠിപ്പിൻ, ആ ഒരു അർത്ഥത്തിലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി തീരുന്നുള്ളൂ. ഈ വചനം അതിനു വേണ്ടിയാണ് ദൈവം നൽകിയിരിക്കുന്നത്. ദൈവം പല നിലകളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും ദൈവത്തിന്റെ വചനത്തിലൂടെ വ്യക്തമായി ദൈവം ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. നമുക്ക് പുറപ്പാട് പുസ്തകം, ഞാനൊരു പഠനം എന്ന നിലയിലാണ് പോകുന്നത്, അതുകൊണ്ട് യുവാക്കന്മാർ പെട്ടെന്ന് വായിച്ച് എന്നെ സഹായിക്കണം. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഞാൻ യഹോവയാകുന്നു. അപ്പോൾ അവിടെ പറയുന്നത്, ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. എന്നാൽ ഞാൻ യഹോവ എന്ന നാമത്തിൽ അവർക്ക് വെളിപ്പെട്ടില്ല. അപ്പോൾ അവിടെ വരും ആ നാമത്തിന് പ്രത്യേകതയുണ്ട് എന്ന് മോശയോട് ദൈവം അരുളിച്ചെയ്യുകയാണ്. ഇതിനു മുമ്പുള്ള ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തുന്ന ഒരു പ്രത്യേക നാമം എന്നുള്ളത് സർവശക്തിയുടെ ദൈവമായിട്ടാണ് വെളിപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? യഹോവ എന്ന നാമത്തിലാണ്. അപ്പോൾ പല നാമങ്ങളിലൂടെ ദൈവം താൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ആ ദൈവത്തിന്റെ മഹത്വം നമ്മൾ ഗ്രഹിക്കുന്നുള്ളൂ. എന്തിനാണ്
മോശയിലൂടെ ദൈവം ഉൽപ്പത്തി പുസ്തകം എഴുതി കൊടുത്തത്? പുറപ്പാട് പുസ്തകത്തിലാണ് മോശ തന്റെ ജീവിതം ആരംഭിക്കുന്നത്. ആവർത്തന പുസ്തകത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ആവർത്തന പുസ്തകം 31-ാം അധ്യായം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും, അവിടെ ഈ ന്യായപ്രമാണത്തിലെ എല്ലാ കാര്യങ്ങളും എഴുതി ഒരു പുസ്തകത്തിലാക്കി പുരോഹിതന്മാരെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് പിന്നെ ഉൽപ്പത്തി പുസ്തകം ദൈവത്തിന്റെ ആത്മാവിനാൽ മോശ എഴുതുവാൻ കാരണം? ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തേക്ക് പോവുകയാണ്. കനാൻ ദേശത്തിൽ അനേകം ജാതികളുണ്ട്. ആ ജാതികളെല്ലാം ഈ ലോകത്തിലെ സൃഷ്ടിക്കപ്പെട്ട ദൈവങ്ങളെയാണ് ആരാധിക്കുന്നത്. എന്നാൽ ആ ഇസ്രായേൽ മക്കളോടാണ് ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തി കൊടുത്തിട്ട് ഇസ്രായേൽ മക്കളുടെ ദൈവം ആരാണ്, ഇസ്രായേൽ മക്കളായ ദൈവജനം വിശ്വസിക്കുന്ന ദൈവം ആരാണെന്ന് അവരെ പൂർണ്ണമായി ബോധ്യപ്പെടുത്തുവാൻ കൂടി വേണ്ടിയാണ് ഉൽപ്പത്തി 1 മുതൽ ദൈവം മോശയിലൂടെ ഇസ്രായേൽ മക്കളെ അറിയിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ പിതാക്കന്മാരാണ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാക്കോബ്, ഇസാക്ക്, അബ്രഹാം അങ്ങനെ വരെ പോകുന്നു. അബ്രഹാമാണ് ഇസ്രായേൽ മക്കളുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. എന്നാൽ അതിനു മുമ്പ് എന്ത് സംഭവിച്ചു, അതിനു മുമ്പുണ്ടായ കാലം എന്തായിരുന്നു, അതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അവർ കനാൻ ദേശത്ത് എത്തിക്കഴിഞ്ഞാൽ അവരൊരിക്കലും അവിടെയുള്ള അനേക ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും കണ്ടുകൊണ്ട് അതിനെ ആരാധിക്കാൻ പാടില്ല. നിങ്ങളെ വിളിച്ച, നിങ്ങളെ ഒരു രാഷ്ട്രമാക്കി തീർത്ത, ജനമാക്കി തീർത്ത ദൈവം എന്നുള്ളത് സകലത്തെയും സൃഷ്ടിച്ച ദൈവമാണ്. ഈ ലോകത്തിനും ഈ ഭൂമിക്കും മീതെയുള്ള, സകലത്തിനും മുമ്പേയുള്ള ഒരു ജീവനുള്ള ദൈവമാണെന്ന് അവർ ഗ്രഹിക്കണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അല്ലെങ്കിൽ അബ്രഹാമിനുള്ള ചരിത്രം മാത്രമേ അവർക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ അതിനു മുമ്പ് അവരുടെ ദൈവം ആരാണ്, ആ ദൈവത്തെ എങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിച്ച പോലെ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിനും യഹോവ എന്ന നാമത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല, എന്നാൽ സർവശക്തിയുള്ള ദൈവമായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഒരു സ്റ്റഡിയിലേക്ക് പോവുകയാണ്. ദൈവത്തിന്റെ പ്രധാനമായി ദൈവം എങ്ങനെ നമുക്ക് തന്റെ നാമങ്ങൾ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതിന് മലയാളം ബൈബിളാണ് ഏറ്റവും ബെസ്റ്റ്. ഇംഗ്ലീഷ് ബൈബിളിനേക്കാൾ നന്നായിട്ട് മനസ്സിലാക്കാൻ നല്ലത് മലയാളം ബൈബിളാണ്. ഹീബ്രുവും ഗ്രീക്കും ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെയും നമ്മൾ ഇത് വായിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ദൈവം എന്നുള്ള ആ നാമം എങ്ങനെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. 4 വിധ നാമങ്ങളിലൂടെയാണ് ദൈവം പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1 ദൈവം എന്ന വാക്ക്, 2 യഹോവ എന്ന വാക്ക്, 3 സർവശക്തിയുള്ള ദൈവം, 4 കർത്താവ് എന്ന വാക്ക്. ഇതിനോട് അനുബന്ധിച്ച അനേകം നാമങ്ങളുണ്ട്. എന്നാൽ പ്രധാനമായിട്ട് നമ്മൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ ഈ നാമങ്ങളിലൂടെയാണ് ദൈവം മോശയിലൂടെ നമുക്ക് തന്നെത്താൻ വെളിപ്പെടുത്തി തരുന്നത്. എന്നാൽ ആ നാമങ്ങളുടെ അർത്ഥം എന്താണ്, അതാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. ആ നാമങ്ങളിലൂടെ ദൈവം എന്താണ് നമ്മളോട് കൺവേ ചെയ്യുന്ന മെസ്സേജ്, അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു നാമം മാത്രമേ കാണുന്നുള്ളൂ. ഏത് നാമമാണ്? ദൈവം എന്ന വാക്ക് മാത്രം. ഇവിടെ ഇരിക്കുന്ന അനേകർ ഈ പഠനം കേട്ടിട്ടുള്ളതാണ്. ഒന്ന് ആവർത്തിച്ച് കേൾക്കുന്നത് നല്ലതാണ്. ചിലരെങ്കിലും അത് കേൾക്കാത്തവരായിട്ടുണ്ടാകാം. അവർക്ക് അത് പ്രയോജനം ഉണ്ടാകട്ടെ. നമുക്ക് എല്ലാവർക്കും നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാണെന്നുള്ളത് ഒന്നുകൂടി ആഴമായി മനസ്സിലാക്കുവാൻ, ഇത് വളരെ ലളിതമായിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 1-ാം വാക്യത്തിൽ ആദിയിൽ ദൈവം. അപ്പൊ ദൈവം 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 എന്നുള്ള വാക്കാണ് 1-ാം അധ്യായത്തിൽ പൂർണ്ണമായി കാണുന്നത്. എന്നാൽ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 2-ാം വാക്യത്തിൽ യഹോവയായ ദൈവം, അവിടെയാണ് ആദ്യമായിട്ട് യഹോവ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. യഹോവ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പ്രകാരം പറയാം. അപ്പോൾ ദൈവം എന്നുള്ള വാക്ക് ആണ് ആദ്യമായി ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ ദൈവം എന്നുള്ള വാക്ക് നമ്മൾ ബൈബിളിലെല്ലാം കാണുമ്പോൾ എന്താണ് അർത്ഥമാക്കേണ്ടത്, എന്ത് അർത്ഥത്തെയാണ് ദൈവം അതിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, അത് നമ്മൾ കുറച്ചുകൂടി ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അതിലൂടെ എന്താണ് ദൈവം വെളിപ്പെടുത്തി തരുന്നത്? ദൈവം എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ, നമ്മൾ ചിന്തിക്കുക. ദൈവം എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് സകലത്തെയും സൃഷ്ടിച്ചവൻ, ശക്തിയുള്ളവൻ, സകലത്തിന് മുമ്പേ ഉള്ളവൻ, യാതൊരു വിധമായ ആകാശമോ ഭൂമിയോ യാതൊന്നും ഇല്ലാത്ത അതിനു മുമ്പേ സ്ഥിതി ചെയ്തവൻ, സകലത്തിന്റെ ഉടയവൻ, സകലത്തെയും നടത്തുന്നവൻ, പരിപാലിക്കുന്നവൻ എന്നിങ്ങനെയുള്ള അനേക അർത്ഥങ്ങൾ ആ വാക്കിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തി തന്റെ പേര് തന്നെത്താൻ വെളിപ്പെടുത്തുമ്പോൾ
ആ വ്യക്തിയുടെ ആ പേരിലൂടെ ആ വ്യക്തിയുടെ മഹത്വം നമ്മൾ കാണുകയാണ്. മാത്രമല്ല ആ വ്യക്തി എന്ത് പറയുന്നു, എങ്ങനെ പറയുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതിലൂടെ ആ ക്വാളിറ്റീസ്, ആ വ്യക്തിയുടെ ക്വാളിറ്റീസ് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇവിടെ ആദ്യം ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അവൻ സർവശക്തിയുള്ള, സർവവ്യാപിയായ, സർവജ്ഞാനിയായ ഒരു വ്യക്തിത്വമാണ് ആ ദൈവം. നമ്മൾ ഈ ദൈവത്തിനാണ് വിശ്വസിക്കുന്നത്. ദൈവം തന്റെ വാക്കിനാൽ സർവ്വം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എത്ര ശക്തനായ ദൈവമാണ്. ഓരോ ദിവസവും പല കാര്യങ്ങൾ ദൈവം സൃഷ്ടിച്ചിട്ട് അത് നല്ലത് എന്ന് കണ്ടു. അതിലൂടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തന്റെ പ്രവൃത്തി, താൻ ചെയ്തെല്ലാം നല്ലതാണ്. അതിലൂടെ ദൈവത്തിന് എന്ത് ഗുണവിശേഷം അല്ലെങ്കിൽ ആ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് നല്ലതായി തീർന്നത്? ദൈവം നല്ലവനായി. അപ്പോൾ ദൈവം നല്ലവനാണ് എന്നുള്ള ആ പരിജ്ഞാനത്തിലേക്ക് നമ്മളെല്ലാം എത്തിച്ചേരുന്നത് ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നല്ലതായതുകൊണ്ടാണ്. അപ്പോൾ അതിലൂടെ ദൈവത്തിന്റെ ഗുണവിശേഷം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഏകദേശം 2600 പ്രാവശ്യം പഴയ നിയമത്തിൽ ഈ ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് വായിക്കുന്നത്. ദൈവം സകല ശക്തിയുള്ളവൻ, സകലത്തെയും ഭരിക്കുന്നവൻ, സകലവും അറിയുന്നവൻ. ആ ദൈവത്തിന് മീതെ വേറെ ആരുമില്ല. അവനാണ് അത്യുന്നതൻ, അവനാണ് ആരംഭം, അവന് സകലവും അറിയാം. അങ്ങനെയുള്ള ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ ഭയം ഉണ്ടാകുകയില്ല. നമ്മൾ പലപ്പോഴും ഭയപ്പെടുന്നവരാണ്, ആശങ്കവരാണ്. എന്നാൽ ഈ സകലത്തെയും സൃഷ്ടിച്ച നമ്മളെല്ലാം അവസാനം, മനുഷ്യനെ ഏറ്റവും അവസാനം സൃഷ്ടിച്ചത്, അതിന് മുമ്പേ സകലത്തെയും സൃഷ്ടിച്ച, സകലത്തിനും മീതെയുള്ള, സകലത്തെ അറിയുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ നമുക്ക് പിന്നെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല. പലപ്പോഴും നമ്മൾ ആ ദൈവത്തിന്റെ ശക്തിയെയും മഹത്വത്തെയും പൂർണ്ണമായി അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് വിശ്വാസം ഇല്ലാതെയായി തീരുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവം തന്നെയാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തു. നമുക്കറിയാം, പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ മത്തായി സുവിശേഷത്തിലാണ്. മത്തായി സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നത് അവന്റെ നാമം ഇമ്മാനുവേൽ എന്നാണ്. എന്ന് വെച്ചാൽ ദൈവം നമ്മോട് കൂടെ. ഈ സകലത്തെ സൃഷ്ടിച്ച ദൈവം നമ്മോട് കൂടെ. ഇന്ന് രാവിലെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചതാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, എന്നിട്ട് ആദിയിൽ ആ വചനം നമ്മുടെ ദൈവമായിരുന്നു, ആ വചനം ജഡമായി തീർന്നു. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം താൻ തന്നെ എലോഹീം എന്നുള്ള വാക്കാണ് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ കൂടെ താൻ തന്നെ വെളിപ്പെടുത്തി താനാണ് സർവശക്തൻ, ദൈവമാണ് സർവജ്ഞാനി, സകലത്തെയും സൃഷ്ടിച്ചവൻ, ഉടയവൻ എന്നുള്ള രീതിയിൽ സകലത്തെ സൃഷ്ടിച്ച ആ കർത്താവ് പുതിയ നിയമത്തിൽ ഒരു മനുഷ്യനായി വന്നു. അവനാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു? നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി. അങ്ങനെ നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്തെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സകല കാര്യങ്ങളും നമ്മളെ സൃഷ്ടിച്ച കർത്താവായ യേശുക്രിസ്തുവിന് അറിയാം. ആ കർത്താവായ യേശുക്രിസ്തുവിനാണോ നമ്മൾ വിശ്വസിക്കുന്നത്? ക്രിസ്തുവിനെ ദൈവമായിട്ട് അനേകം വാക്യങ്ങൾ പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് ലേഖകന്മാർ എഴുതി കാണിച്ചിട്ടുണ്ട്. ചില വാക്യങ്ങൾ വരും തലമുറയുടെ അറിവിനായിട്ടൊന്ന് വേഗം വായിക്കാം. 1 യോഹന്നാൻ 5:7-ാം വാക്യം. യോഹന്നാൻ എന്താണ് പറയുന്നത്? ദൈവം നമ്മോട് കൂടെ, വചനം ജഡമായി തീർന്നു, അവനാണ് സകലവും സൃഷ്ടിച്ചതെന്ന് യോഹന്നാൻ 1:2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. സകലത്തെ സൃഷ്ടിച്ച കർത്താവാണ് കർത്താവ് യേശു ക്രിസ്തു. നമുക്ക് 1 യോഹന്നാൻ 5:20-ാം വാക്യത്തിൽ യോഹന്നാൻ തന്നെ പറയുന്നത് എന്താണ്? ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാനുള്ള വിവേകം ദൈവം നമുക്ക് തന്നു. നാം ക്രിസ്തുവിൽ ആകുന്നു, ആ ക്രിസ്തു സത്യദൈവത്തിലാകുന്നു. അവൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നു. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം കർത്താവായ യേശു ക്രിസ്തു ആരാണ്? സത്യദൈവം, നിത്യജീവൻ. എന്ന് വെച്ചാൽ സകലത്തെയും സൃഷ്ടിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവനെ തുല്യനായിട്ട്, അതിനോട് ഉന്നതനായിട്ട് വേറൊരു വ്യക്തിയും ഈ ഭൂമിയിലില്ല. അപ്പോൾ ആ സത്യദൈവത്തിലാണോ നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ ആ ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ ആ കർത്താവിന്റെ പൂർണ്ണ ആശ്രയം നമുക്ക് ഉണ്ടാകണം. അപ്പോൾ ഭാവിയെ കുറിച്ചുള്ള ചിന്താകുലമോ ഭയമോ മറ്റൊരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ കാണിക്കണം. നമ്മൾ എത്രമാത്രം ഭയപ്പെടുന്നു അതിന്റെ അർത്ഥം
നമ്മൾ ഈ ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല എന്നാണ് അതിന്റെ സൂചന. എബ്രായലേഖനം 1:8 പറയുന്നുണ്ട്, പിതാവായ ദൈവം പുത്രനെ നോക്കിക്കൊണ്ട് നീയോ ദൈവമേ അന്യനാകുന്നു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. മഹാദൈവവും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു. അപ്പോൾ മഹാദൈവം, സത്യദൈവം, ദൈവം എന്നീ വാക്കുകളെല്ലാം വളരെ വ്യക്തമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെത്താൻ വെളിപ്പെടുത്തിയ അതേ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ നമുക്കായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തു. കാരണം ഞാനിത് വളരെ വ്യക്തമായിട്ട് പറയാൻ കാരണം അനേകം ദുരുപദേശങ്ങൾ, അനേകം കൾട്സ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളം വരുന്നുണ്ട്. മനുഷ്യരെ തെറ്റിക്കുന്ന, വിശ്വാസികളെ പോലും തെറ്റിക്കുന്ന അനേകം കാര്യങ്ങൾ. അതുകൊണ്ട് വ്യക്തമായിട്ട് ദൈവം എങ്ങനെ ബൈബിളിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്നു എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് യേശുക്രിസ്തുവിന്റെ വിശ്വാസം വർദ്ധിക്കുകയും ആ യേശുക്രിസ്തുവിനെ നമ്മുടെ എല്ലാമായി കാണുവാൻ സാധിക്കുകയും ചെയ്യുള്ളൂ. ഇന്ന് രാവിലെ ധ്യാനിച്ച ഭാഗത്ത് നിന്ന് നമ്മൾ വായിച്ചല്ലോ, തോമസ് ലീഹ, അപ്പോസ്തലനായ തോമസ് ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ ദർശിച്ചപ്പോൾ എന്റെ കർത്താവും എന്റെ ദൈവവും, ആ വ്യക്തിപരമായ ബന്ധം തോമസിനുണ്ടായിരുന്നു. പ്രിയമുള്ളവർ, നമുക്ക് എല്ലാവർക്കും ആ ഒരു ബന്ധം ആവശ്യമാണ്. ഈ സൃഷ്ടാവായ ദൈവം, ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തു, അവൻ എന്റെ ദൈവമാണ്, എന്റെ കർത്താവാണ്. ഈ ഒരു പരിജ്ഞാനത്തിലേക്ക് വരുവാൻ ദൈവം നമ്മളെ സഹായിക്കും.